സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ഷഹബാസ് എന്ന് പറയുന്ന ആ കുഞ്ഞനുജനെ അതിമൃഗീയമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ 6ഓളം വരുന്ന കുറ്റവാളികളെ ഈ ജുവനൈൽ ഹോമിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിക്കുക, അവന്മാർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുക, അതിനുശേഷം അവന്മാർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് പോവുക. അവന്മാർക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവന്മാർക്ക് പഠിക്കണം, അവന്മാർ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ള അവകാശങ്ങൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കൊലയാളികളുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ കൊലയാളികളും മുന്നിലേക്ക് വാദങ്ങൾ നിർത്തുമ്പോഴും ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ്റെ അച്ഛനും അമ്മയും നീരിൽ മാത്രം ആഴ്ന്ന് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നീട് വന്നൊരു കാര്യമാണ്, പരീക്ഷ എഴുതുന്നതിനെല്ലാം വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അതൊന്നും മിണ്ടായിരുന്ന DYFIയെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുവേണ്ടി സംസാരിക്കുന്ന MSFനെയും അതേപോലെ തന്നെ KSUവിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനെപ്പറ്റി യാതൊരുവിധ വാർത്തകളും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള, പരീക്ഷ എഴുതിച്ചത് വലിയൊരു വിവാദമായിരുന്നു. അതിനുശേഷം പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള പരീക്ഷാ റിസൾട്ട് വരുന്നതിനെ പറ്റിയായി പിന്നീടുള്ള ചർച്ചകൾ. അതായത് ഈ കുറ്റവാളികളുടെ പരീക്ഷാഫലം കൊടുക്കണമെന്നും അല്ലെങ്കിൽ ആ പരീക്ഷാഫലം പുറത്തുവിടണമെന്ന് ബാലാവകാശ കമ്മീഷനും അത് പുറത്തുവിടാൻ പാടില്ല എന്ന് ഈ പറയുന്ന ഷഹബാസിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ പൊതുസമൂഹവും ആവശ്യപ്പെടുകയുണ്ടായി. ബാലാവകാശ കമ്മീഷൻ്റെ പ്രത്യേക താല്പര്യമാണ് ഇതാണ് പറയുന്നത്. താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകം പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞത് നിയമവിരുദ്ധം, ബാലാവകാശ കമ്മീഷൻ. എനിക്ക് ബാലാവകാശ കമ്മീഷനോടൊരു ചോദ്യം, ഈ ഷഹബാസ് എന്താ ഒരു ബാലനല്ലായിരുന്നോ? അല്ലെങ്കിൽ അവനില്ലായിരുന്നോ അവകാശങ്ങൾ? ബാലാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാലന്റെ അവകാശം അല്ലേ? ആ അവകാശം ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ ഉണ്ടായിരുന്നില്ലേ? ഈ ഭൂമിയിൽ ജീവിക്കാൻ, ഈ ഭൂമിയിൽ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, പഠിക്കാൻ, അവന് പരീക്ഷ എഴുതാൻ, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം അവനുണ്ടായിരുന്നില്ലേ? അതിനൊന്നുമുള്ള അവകാശങ്ങൾ മുന്നിലേക്ക് നിരത്താൻ പറ്റാതെ കൊലയാളികളായിട്ടുള്ള തന്തയ്ക്ക് പിറക്കാത്തവന്മാരുടെ പക്ഷം പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. നാണമില്ലാത്ത വർഗം. സർക്കാർ അവന്മാർക്ക് പരീക്ഷ എഴുതാനുള്ള പൂർണ്ണ പിന്തുണ കൊടുത്തു. എന്തുകൊണ്ടാണ്? അവന്മാരുടെ അച്ഛനും സർക്കാരും ഒക്കെ വലിയ ടൈയപ്പിലാണ്. അതുകൊണ്ട് തന്നെയും അവന്മാർക്ക് വേണ്ടുന്ന എല്ലാ പൂർണ്ണ പിന്തുണയും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്നുള്ളത് അവന്മാർക്കും മനസ്സിലായി, അവന്മാരുടെ കുടുംബത്തിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കൊലയാളികൾ ആദ്യം പറഞ്ഞത്, കൂട്ടം കൂടി തല്ലിയാൽ ഒരാൾ മരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് തന്നെയല്ല നമുക്കെതിരെ ആരും കേസെടുക്കാൻ വരത്തില്ല, നമ്മൾ ചെറുപ്പക്കാരാണ്, നമ്മൾ കുട്ടികളാണ്, നമുക്കെതിരെ കേസെടുക്കാൻ ഒരു നിയമവുമില്ല എന്ന്. അത് അവന്മാരുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തതിന്റെ പേരിലായിരിക്കണം ഈ പറയുന്നവന്മാർ ഈ രീതിയിൽ പറഞ്ഞത്. എന്തു തന്നെയാണെങ്കിലും കേസെടുത്ത് ജുവനൈൽ ഹോമിലേക്ക് വിട്ടു. പിന്നീട് ജാമ്യാപേക്ഷ കൊടുത്ത് ജാമ്യാപേക്ഷ തള്ളി. ആ ഷഹബാസിന്റെ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടുന്നതും വരെയും എല്ലാവരും പോരാടണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടിയാണ് നമ്മുടെ പൊതുസമൂഹം ഇന്നും കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന ബാലാവകാശ കമ്മീഷന്റെ ഒരു നിയമ നടപടികൾ. അതായത് ഇവന് ഈ കൊലയാളികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കുക. എന്തൊരു തോന്നിവാസമൊക്കെയാണല്ലേ കാണിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ എന്നൊരു പേരും ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നയവും കഷ്ടം തന്നെ. അപ്പൊ നമുക്ക് ആദ്യം വാർത്ത ഒന്ന് കണ്ടു നോക്കാം. ഇതിനെപ്പറ്റി എന്താണ് ഷഹബാസിന്റെ അച്ഛന് പറയാനുള്ളതെന്നും ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളൊരു വാർത്ത അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമ്മുടെ വീഡിയോയിലേക്ക് വരാം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരുടെ SSLC ഫലം പുറത്തുവിടരുതെന്ന് ഷഹബാസിന്റെ പിതാവ്. തടഞ്ഞുവെച്ച ഇവരുടെ പരീക്ഷാഫലം പുറത്തുവിടണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു. അവിടെയും കുറ്റാരോപിതർ. ഇതിനു മുൻപും വീഡിയോ ഇട്ട സമയത്തൊക്കെ ഞാൻ പറഞ്ഞതാണ്, കുറ്റാരോപിതർ എന്ന് എന്തുകൊണ്ടാണ് ഇവന്മാരെ വിളിക്കുന്നത്? കുറ്റം ചെയ്തു എന്ന് പൂർണ്ണമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടും അവന്മാർ കുറ്റാരോപിതരാണ്. അപ്പോൾ ഷഹബാസ് ആണോ ശരിക്കും കുറ്റക്കാരൻ? ഇതിൽ ആരാണ് കുറ്റക്കാരൻ? മാധ്യമങ്ങൾ വെറും മാമാപ്പണി ചെയ്യരുത്, PR വർക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് അവൻ്റെ തന്തയും തള്ളയും പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതൊരു സൈഡിൽ ഇരുന്നോണം. അല്ലാതെ കുറ്റാരോപിതർ എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചുകൊണ്ട് വരരുത്. കുറ്റാരോപിതരല്ല, അവന്മാർ കുറ്റം ചെയ്തവന്മാർ തന്നെയാണ്. ആ കുറ്റം ചെയ്തവന്മാർ തക്കതായ ശിക്ഷ അനുഭവിക്കണം. അതിന് നിങ്ങൾ പറയുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? പലപ്പോഴും മാധ്യമങ്ങളുടെ പരിപാടി കണ്ടിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്ത ഉടനെ അവനെ കുറ്റക്കാരനാക്കും, അവനെ പ്രതി ചേർക്കും, അവൻ പിന്നെ കുറ്റവാളി അല്ലെങ്കിൽ പ്രതി എന്നുള്ള പേരിലേക്കായിരിക്കും അവനെ അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഷഹബാസിനെ കൊന്നവന്മാർക്കെതിരെ നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞുകൂടാ? പേടിയാണോ നിങ്ങൾക്ക്? ആ പേടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ രീതിയിൽ കുറ്റാരോപിതർ എന്ന് പറയുന്നത്. വളരെ കെയറിങ് കൊടുത്ത് എന്തോ സ്വന്തം മക്കളെ പോലെ പരിഗണിച്ചുകൊണ്ടാണ് നീയൊക്കെ ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും കഷ്ടം തന്നെയാണ് കേട്ടോ മാധ്യമങ്ങളുടെ കാര്യം. സർക്കാരും അതേപോലെ തന്നെ മാധ്യമങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ ഒരുമാതിരി ഉണ്ണാക്കന്മാരാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ കൊണ്ട് മുന്നിലേക്ക് വരരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോ കണ്ടുപോകാം. പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ കമ്മീഷന് കത്തയച്ചു. ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്ന ഈ ഒരു പ്രസ്താവന വളരെ വേദനാജനകമാണ്. അതായത് എത്തരം കുട്ടികൾക്ക് എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു പ്രേരണയാണ് ആ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതിനെതിരെയായിട്ടാണ് ഞാൻ ബാലാവകാശ കമ്മീഷന് വീണ്ടും പരാതി കൊടുത്തതും അവർക്ക് ജാമ്യം കൊടുക്കാതെ അവർ തക്ക ശിക്ഷ കിട്ടണം എന്നുള്ള ഒരു തീരുമാനം ഉറച്ച വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും. വളരെ വേദനാജനകമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് നീതിപീഠവും ഗവൺമെൻറ്റും നീതി ഉറപ്പാക്കി തരുമെന്നുള്ള വിശ്വാസത്തിലാണ്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എന്താണ് ഷഹബാസിന്റെ പിതാവ് വിഷയത്തിൽ പറയുന്നത്? പിതാവിന്റെ കത്തിൽ ബാലാവകാശ കമ്മീഷൻ തീരുമാനം മാറ്റാനുള്ള സാധ്യതയുണ്ടോ?
ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ അവരുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചെങ്കിൽ പോലും പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ എടുത്ത സമീപനം എന്ന് പറയുന്നത് പരീക്ഷാഫലം തടഞ്ഞു വയ്ക്കുകയും അവരെ ഡീബാർ ചെയ്യുകയും ഘട്ടത്തിൽ ചെയ്തത്. ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഒരു കാഠിന്യം പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ അതൊരു നടപടിയെടുത്തത്. അതേസമയം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ ഒരു ഫലം തടഞ്ഞു വെച്ചതിനെ അത് ഒഴിവാക്കി ഫലം പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയതാണ് വീണ്ടും വിവാദമായത്. ഈ ഘട്ടത്തിലാണ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ വീണ്ടും അഭ്യർത്ഥനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നടപടിയെ കമ്മീഷൻ അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാന് ഇക്ബാൽ കത്തയച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പരീക്ഷ എഴുതിയ സംബന്ധിച്ച വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം പരീക്ഷാ ഫലം തടഞ്ഞത് അവർക്കൊരു ആശ്വാസം നൽകിയിരുന്നു. അതേസമയം ഇപ്പോൾ വീണ്ടും പുതിയൊരു ഉത്തരവ് വന്നിരിക്കുന്നത് അവർക്ക് വീണ്ടും നിരാശയാണ് നൽകുന്നത്. എന്തായാലും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ് ഇക്ബാൽ പങ്കുവയ്ക്കുന്നത്. ഇതൊരു കഷ്ടമാണല്ലേ. പരീക്ഷ എഴുതിക്കാൻ ഒരു കൂട്ടം, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വാങ്ങിക്കൊടുക്കാൻ വേറൊരു കൂട്ടം. എന്നാ പിന്നെ ഉമാരെ നിങ്ങളങ്ങ് പാർട്ടിയിൽ നേതാവാക്കി മാറ്റ്. എന്തായാലും പാർട്ടിയുടെ ഭാഗത്ത്, നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പിന്തുണ കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഷഹബാസിൻ്റെ അച്ഛനോടും അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും നീതി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ നീതിപീഠം കണ്ണടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. ഇനി നീതി കിട്ടിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ കണ്ടു പാകിസ്ഥാനിൽ ഈ അക്രമം നടത്തിയ കുറേ അവന്മാർ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ന്യൂസും കാണണം. ഈ പറയുന്നവന്മാർ, തന്തയില്ലാത്തവന്മാർ എവിടെയെങ്കിലുമൊക്കെ അജ്ഞാതരുടെ വാഹനം ഇടിച്ചോ അജ്ഞാതരുടെ കയ്യിൽ പെട്ടോ അങ്ങനെയൊക്കെ മരണപ്പെട്ടതായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ന്യൂസിലേക്ക് കാണാം. ഇത് തന്നെയാണെങ്കിൽ ഇവന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണല്ലോ ബാലാവകാശ കമ്മീഷൻ ഉള്ളതെന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ കുടുംബത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും പ്രതികരണം? അവന്മാരെ തൂക്കിലേറ്റുന്നവരെ പ്രതികരിക്കും അല്ലേ? ഈ പറയുന്ന, അതായത് സ്വന്തം മകൻ കൊല്ലപ്പെട്ടിട്ടും അതിന് കാരണക്കാരനായത് ആരൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും വീഡിയോ അടക്കം തെളിവുകൾ കിട്ടിയിട്ടും അല്ലെങ്കിൽ കൊലയാളികളുടെ തന്നെ ശബ്ദ സന്ദേശങ്ങൾ ലഭിച്ചിട്ടും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്തൊരു നിയമ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ അച്ഛനും അമ്മയും പോരാടുകയാണ് തൻ്റെ മകനെ കൊന്ന ആളുകൾക്കെതിരെയായിട്ട്. അപ്പോഴും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു കഴിവുമില്ല. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്നേ വരെ നാളിതുവരെ DYFIയോ SFIയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോ യാതൊരു വാക്കും കമാന്ന് മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർ സംരക്ഷിക്കുന്ന അല്ലെ അവരെ സംരക്ഷിക്കുന്ന അല്ലെ അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന കൊലയാളികളുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ പറയുന്നത് അവർക്ക് പഠിക്കണം, അവർക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. കഷ്ടം തന്നെ. ബാക്കി മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേ കുറച്ച് ശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ വരുമ്പോൾ ചാടിച്ചെന്ന് വീണിട്ട് ഞങ്ങൾ ഇവർക്കൊപ്പമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇരയാക്കപ്പെട്ടവർക്കൊപ്പമാണെന്ന് പറയുന്ന സർക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മൗനം പാലിക്കുന്നു? ഈ ഷഹബാസിനെ കൊന്നവന്മാരെ പിടിച്ചിട്ടും അവന്മാർക്ക് വേണ്ടുന്ന തക്കതായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നീതിയും നിയമ സംവിധാന വ്യവസ്ഥയൊക്കെ വെറും നോക്കൂത്തികളാണെന്നുള്ള കാര്യത്തിൽ വേറെ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അന്നു മുതൽ ഇന്ന് വരെയും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുടെ നമ്മുടെ പോലീസിന്റെ ഇഴയിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതുവരെയും അവർക്ക് നീതി വാങ്ങി കൊടുക്കാനായിട്ട് നമ്മുടെ നീതിപീഠത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ, ഷഹബാസിന്റെ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്നതല്ലാതെ നമ്മുടെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇനിഷ്യേറ്റീവും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കണേ. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഷഹബാസിന്റെ അച്ഛനും അമ്മയും രാപ്പകലില്ലാതെ ഈ ഒരു കേസിന്റെ പിന്നാലെ ഓടുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്നേ അവന്മാർക്ക് ജാമ്യം കിട്ടിയേനെ, എന്നേ അവന്മാർ പരീക്ഷ എഴുതി പുറത്തിറങ്ങിയേനെ, അല്ലെങ്കിൽ അവന്മാരുടെ റിസൾട്ട് എന്നേ പബ്ലിഷ് ആയേനെ. ആ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമാണ്. ആ അച്ഛന്റെയും അമ്മയുടെയും മാത്രം ആവശ്യമാണ് മകനെ കൊന്നവന്മാർക്ക് ശിക്ഷ കൊടുക്കണം, അല്ലെ അവന്മാർക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥ അപ്പോഴും അവരെ അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് അവന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനോ, ഇത്രയും കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞിട്ടും ഇത്രയും കുറ്റം ചെയ്തതാണെന്ന് മനസ്സിലായിട്ടും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ല, മറുപടികളില്ല. നമ്മുടെ സർക്കാരിനും മറുപടിയില്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും മറുപടിയുണ്ട്. ഇരട്ടച്ചങ്കെന്ന് പറയുന്നതേ പണമുള്ളവൻ്റെ കൂടെ നിൽക്കാനല്ല, പണമില്ലാത്തവൻ്റെ കൂടെയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം വിനിയോഗിക്കേണ്ടത്. അല്ലാതെ പണമുള്ളവൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ എല്ലാം താങ്ങി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരരുത്. എന്തായാലും ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജന് നീതി കിട്ടുന്നിടം വരെ നമുക്ക് പോരാടാം. നീതി കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കുള്ള പോലെ തന്നെ ആശങ്ക എനിക്കുമുണ്ട്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. കോടതിയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും അതിന് വേണ്ട തക്കതായ നടപടികൾ സ്വീകരിക്കും. അവരെ പുറം ലോകം കാണിക്കരുത്, ആ രീതിയിൽ അവന്മാരെ പൂട്ടാൻ സാധിക്കണം എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് പറഞ്ഞതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ഈ പറയുന്ന സർക്കാർ കാണിക്കുന്ന പോലത്തെ ഇരട്ടത്താപ്പ് കാണിക്കത്തില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് തന്നെ ആ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജന് നീതി കിട്ടുന്നിടം വരെ നമുക്ക് പോരാടാം, അല്ലെങ്കിൽ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.